ഇപ്പോൾ യു.ഡി.എഫ് നേതൃയോഗത്തിന് ശേഷം വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് തീരുമാനം അത് മുഴുവൻ യു.ഡി.എഫ് നേതാക്കളുടെയും പൂർണ്ണമായ അനുമതിയോടുകൂടി സമ്മതത്തോടും കൂടിയാണ് ഏറ്റവും പെട്ടെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ഇതിനു മുൻപേ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം ഭംഗിയായിട്ട് തുടങ്ങിയതാണ്. ഞങ്ങൾക്ക് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം 24 മണിക്കൂറിനകം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും. ഇത് പരമ്പരാഗതമായ ഒരു യു.ഡി.എഫ് മണ്ഡലമാണ്. ചില പ്രത്യേക കാരണങ്ങളാലാണ് കഴിഞ്ഞ 9 വർഷം നമുക്കത് നഷ്ടപ്പെട്ടത്. അത് വലിയ ഭൂരിപക്ഷത്തിൽ, നിങ്ങൾക്കറിയാലോ, യു.ഡി.എഫ് ജയിച്ചിരിക്കുന്നതെല്ലാം മഹാഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ. ആ മഹാഭൂരിപക്ഷം നിലമ്പൂരിലും ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പൊ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. ഞങ്ങൾക്ക് അതിൻ്റെ അത് അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി, ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി, യു.ഡി.എഫിന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ എന്ന് അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനം. അല്ല, ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ യു.ഡി.എഫിന്റെ അഭിപ്രായം അത് അവര് വേറെ എന്തോ സൗഹൃദം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയത്. മുന്നണി പ്രവേശനം നടക്കുകയാണെങ്കിൽ താൻ മത്സരിക്കില്ല, അല്ലെങ്കിൽ തനിക്ക് മറച്ച് ചിന്തിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ്. അപ്പൊ മുന്നണി പ്രവേശനം സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയോ? ഞങ്ങളോട് പറഞ്ഞല്ലോ അദ്ദേഹം. ഞങ്ങളോടല്ലല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോടല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾ എത്ര ചുഴിഞ്ഞു ചോദിച്ചാലും, ഒരു വാക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞതിന്റെ അപ്പുറങ്ങളില്ല. ഞാൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ടല്ലോ. ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ യു.ഡി.എഫിന്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. അല്ല, അതൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അല്ലല്ല, നിങ്ങൾ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. പറഞ്ഞല്ലോ, ഒറ്റ 2 സെന്റൻസേ ഉള്ളൂ. ഒരു ചോദ്യം വേണ്ട, 2 സെന്റൻസാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ അല്ലേ? അതിന്റെ അകത്ത് എന്തെങ്കിലും അവ്യക്തതയുണ്ടോ? അല്ലല്ല, അവ്യക്തത വല്ലതുണ്ട? ഒരു അവ്യക്തതയില്ലല്ലോ. 2 മലയാളത്തിലെ 2 വാചകമാണ് ഞാൻ പറഞ്ഞത്. ഒരു അവ്യക്തതയില്ല. അതല്ലേ പറഞ്ഞത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പില് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ആ റേസിൽ ഞങ്ങൾ വളരെ മുന്നിൽ എത്തി. ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ എത്തി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ. ഏത് കാരണം ഞങ്ങളിവിടെ ഏകദേശം 10,000-ഓളം വോട്ടുകളാണ് ഇവിടെ മൊത്തമായി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 8,000-ലധികം വോട്ടുകൾ ചേർത്തത് യു.ഡി.എഫ് ആണ്.